ഇനി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡേറ്റ പ്രോസസ്സിങ്. ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഇൻപുട്ടിനെ പ്രോസസ്സ് ചെയ്താണ് ഔട്ട്പുട്ടാക്കുന്നത്, അഥവാ ഇൻഫർമേഷൻ ആക്കുന്നത്. ഈ പ്രോസസ്സ് ചെയ്യുന്ന ഇതിനെയാണ് ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. പ്രോസസ്സിങ്ങിൽ നമ്മൾ ആ ഒരു ഡേറ്റേനെ എടുത്ത് പല ഓപ്പറേഷൻസും കാര്യങ്ങളും ചെയ്യും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് ഡേറ്റ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫിഗർ 1.4 നോക്കിയാൽ ഡേറ്റ 1, ഡേറ്റ 2, ഡേറ്റ 3 ഇതെല്ലാം കൂടി നമ്മൾ പ്രോസസ്സ് ചെയ്യും. പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇപ്പോൾ സിംഗിൾ വിൻഡോ സിസ്റ്റമിലാണെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ആ ഒരു കുട്ടികളുടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ ഫോംസ് വഴി അവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൂടി എടുക്കുന്നു. അത് 10th ക്ലാസ്സിലെ മാർക്ക്, പേര്, കാര്യങ്ങൾ, അങ്ങനെ എല്ലാ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്നല്ല, കളക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ കളക്റ്റഡ് ഡേറ്റ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്ത ഡേറ്റ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്തതിന് ശേഷം ആ ഒരു ഡേറ്റേനെ പല കാൽക്കുലേഷൻസ്, കമ്പാരിസൺ, കാറ്റഗറൈസേഷൻ, സോർട്ടിങ്, ഫിൽറ്ററിങ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു കാൽക്കുലേഷൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്സ് കാൻഡിഡേറ്റിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, സ്കൂൾസിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റൊക്കെ പുറത്ത് വിടുന്നു. അതാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പിന്നീട് ഈ സ്ലിപ്സ് എല്ലാം ആപ്ലിക്കൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതുവഴി നമുക്ക് 6 സ്റ്റേജസ് ആണ് ഡേറ്റ പ്രോസസ്സിങ്ങിന് പറയുന്നത്. എന്തൊക്കെയാണ്? ഡേറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട് ചെയ്ത ഉടനെ നമ്മൾ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് ചെയ്തതിന് ശേഷം പ്രോസസ്സിങ്, ദെൻ ഔട്ട്പുട്ട്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഔട്ട്പുട്ടും നമ്മൾ റിസൾട്ടും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ദെൻ ക്യാപ്ചറിങ് ഡേറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ക്യാപ്ചറിങ് ഡേറ്റ, ഇൻപുട്ട് ഓഫ് ഡേറ്റ, സ്റ്റോറേജ് ഓഫ് ഡേറ്റ, പ്രോസസ്സിങ് ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇത് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കിയാൽ ക്യാപ്ചറിങ് ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിഷൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും നമ്മളൊരു പ്രൊഫോമ തയ്യാറാക്കുന്നുണ്ട്. അതിൽ പ്രൊഫോമേനെയാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഈ സോഴ്സ് ഡോക്യുമെൻറ്റിൽ നമ്മൾ എല്ലാവിധ സാധനങ്ങളും റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതൊരു ഹാർഡ് കോപ്പി ആയിട്ടാണ് കിട്ടുന്നത്. ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സോഴ്സ് ഡോക്യുമെൻറ്റിൽ കിട്ടിയ കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫിസിക്കൽ എവിഡൻസാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഒരു സോഫ്റ്റ് കോപ്പി ആയിട്ട് മാറ്റുന്നു. ഡേറ്റേനെ കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോസസ്സിങ് ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ഡേറ്റയെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ടായിരിക്കും ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഡേറ്റ മൊത്തത്തിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഡേറ്റേനെ എല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് മൊത്തത്തിൽ എടുത്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സ്റ്റോറേജ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പ്രോസസ്സിങ്ങിൽ എന്താ ചെയ്യുന്നത്, പല കാൽക്കുലേഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, കമ്പാരിസൺ, സോർട്ടിങ്, ഫിൽറ്ററിങ്, സമ്മറൈസിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഹയർ സെക്കൻഡറി കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളവിടെ വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് കണ്ടുപിടിക്കും. ഈ വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജിനനുസരിച്ചാണ് സ്കൂൾ ചോയ്സ്, കോഴ്സ്, പെർഫോമൻസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതെല്ലാം കൂടി നമ്മൾ അലോട്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് എന്ന് പറയുമ്പം പ്രോസസ്സിങ് കഴിഞ്ഞ് കിട്ടുന്ന നമ്മുടെ ഇൻഫർമേഷനെയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് യൂസ് ചെയ്ത് ബെനിഫിഷ്യറിക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസും എടുക്കാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെ പറ്റും. ഇപ്പോൾ ഹയർ സെക്കൻഡറി കോഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, ആപ്ലിക്കൻസിന് കിട്ടുന്ന അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, സ്കൂൾസിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റൊക്കെ ഔട്ട്പുട്ടായിട്ട് വരും. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ബെനിഫിഷ്യറിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ അഡ്മിഷൻ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്സ് ആപ്ലിക്കൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, സ്കൂൾസിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, ഇതെല്ലാം എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷനാണ്. ഇനി നമുക്കിവിടെ ഒന്ന് നോക്കാം.
check yourself. Raw facts and figures are known as data. Raw facts and figures are known as data. Processed data is known as information. Which of the following helps to take decision? Decisions എടുക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നോളജാണ്. മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഈസ് നോൺ ആസ് ഡേറ്റ പ്രോസസ്സിംഗ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ പ്രോപ്പർ ഓർഡർ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഡേറ്റ ക്യാപ്ചർ ചെയ്യും, ദെൻ ഇൻപുട്ട്, ദെൻ ഇൻപുട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ദെൻ ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് ഡിസ്ട്രിബ്യൂട്ടും ചെയ്യും, സ്റ്റോറും ചെയ്യുന്നുണ്ട് ഫർദർ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇവിടെ സ്റ്റോറേജ് ഇൻപുട്ട് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അതാണ് ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. ഇൻപുട്ട്, സ്റ്റോറേജ്, പ്രോസസ്, ഔട്ട്പുട്ട്, ഡിസ്ട്രിബ്യൂഷൻ. ദെൻ pick out the odd one. ഇവിടെ എന്താണ്? സ്റ്റോറേജ് ആണ് ഇവിടെ ഓഡ് വൺ ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റേജസ് ആണ്. വൈ ഡു വി സ്റ്റോർ ഇൻഫർമേഷൻ എന്തിനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും പലപ്പോഴായിട്ട് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ഇൻഫർമേഷൻ ആക്ട് ആസ് ഡേറ്റ. സ്റ്റേ ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണ്. കാരണം ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് പിന്നീട് ഫർദർ പ്രോസസ്സ് ചെയ്ത് വേറൊരു ഇൻഫർമേഷൻ ആക്കാൻ പറ്റും. അപ്പം ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ഒരു ഡേറ്റ ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 1,00,000 രൂപ ഒരു ഇൻഫർമേഷനായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ ആ സെയിൽസിന് നമുക്ക് ആവറേജ് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചാൽ ആ ഒരു ഇൻഫർമേഷൻ പിന്നീട് ഡേറ്റയായിട്ട് ആക്ട് ചെയ്യും. വിച്ച് ഓഫ് ദ ഫൈനൽ സ്റ്റേജ് ഇൻ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റയാണ്. വാട്ട് ഈസ് സോഴ്സ് ഡോക്യുമെൻറ്റ്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്? സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എവിഡൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കൻസിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഡേറ്റ എഴുതി വാങ്ങുന്ന ആ ഒരു പേപ്പറില്ലേ, അതിനെയാണ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്.